student, idiot, and andbhakt who follows the idiot. രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പാർലമെന്റ് പ്രസംഗത്തിലെ മൂട്ടിൽ തീയിട്ട പോലെയായിരുന്നു അവിടുത്തെ സകല സംഖ്യകളും കുത്തിയിരുന്നത്. അതെ, രാഹുൽ ഗാന്ധി ഇഡിയറ്റ് എന്നും അതുപോലെ സ്വയം പ്രഖ്യാപിത ദൈവം എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് തോന്നാണ് ഞങ്ങളാണല്ലോ പറയുന്നതെന്ന്. അതെ, സകല സംഖ്യകൾക്കും അവിടെ ഇരിക്കുന്ന സംഖ്യ എം പിമാർക്ക് തോന്നുന്നത് ഞങ്ങളെ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ പറയാൻ സമ്മതിക്കൂല. അത് ഒരു കഥ പറഞ്ഞാൽ പോലും ആ കഥയിൽ എവിടെയെങ്കിലും ഒരു ഇഡിയറ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു സ്വയം പ്രഖ്യാപിത ദൈവം വന്നു കഴിഞ്ഞാൽ, ഒരു ബയോളജിക്കൽ ദൈവമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർക്ക് അങ്ങോട്ട് മൂർച്ച കൂടും. ഇവന്മാർക്ക് ആ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല, അവിടെ ഇങ്ങനെ പൊള്ളും. ഞങ്ങളെ പറഞ്ഞു. അതായിരുന്നു ഇന്നത്തെ അവസ്ഥ. അതായത് 8 Z കാര്യങ്ങൾ സകല എണ്ണത്തിന് ഇങ്ങനെ പിഴിഞ്ഞിങ്ങനെ അയലിട്ട് കൊടുത്ത അവസ്ഥയിലുള്ള പ്രസംഗമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോഴേക്കും. എല്ലാം കൂടെ തേഞ്ഞൊട്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഏതായാലും നമുക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ യഥാർത്ഥത്തിൽ പുള്ളി ആരെയാണ് ഇഡിയറ്റ് എന്ന് വിളിച്ചതും സ്വയം പ്രഖ്യാപിത വിഡ്ഢികളായിട്ടുള്ള ദൈവം എന്ന് വിളിച്ചിട്ടുള്ളതും നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എന്നിട്ട് ഏതായാലും നിങ്ങൾ കേൾക്കുന്നതിന് മറുപടി എന്നിട്ട് കൊടുക്കാം നമുക്ക്. Student, idiot, and andbhakt who follows the idiot. The student is someone who has an open mind. Who else is there? There is another group of people. They believe that knowledge emerges from inside them. They don't respect. സത്യത്തിൽ ഇങ്ങനെയായിരുന്നു പ്രസംഗം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാനതിൻ്റെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാനിത് കംപ്ലീറ്റ് ഈ പ്രസംഗം വെക്കാട്ടോ. ഇതിൽ സംസാരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. രാഹുൽ ഗാന്ധി ഒരു പെൺകുട്ടിയുമായി നടത്തിയിട്ടുള്ള സംഭാഷണം. ഞാനൊരു പെൺകുട്ടിയുമായിട്ടൊരു സംഭാഷണം നടത്തി. ആ സമയത്ത് ആ പെൺകുട്ടി തുറന്നു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് തുറന്ന മനസ്സും ഹൃദയവുമുള്ള, തങ്ങൾക്ക് എല്ലാം അറിയില്ല എന്ന് തുടക്കം മുതലേ അംഗീകരിക്കുന്ന ആളുകളാണ് വിദ്യാർത്ഥികൾ. അതായത് തുറന്ന മനസ്സാണ് ഞങ്ങൾക്കുള്ളത്, ഹൃദയമുണ്ട്, ഞങ്ങൾക്ക് തുറന്നൊരു ഹൃദയമുണ്ട്, ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് എല്ലാം അറിയാത്ത ആളുകളാണ് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ വിദ്യാർത്ഥികളാവുന്നത്, അഭ്യർത്ഥിക്കുന്നവർ വിദ്യാർത്ഥികളായിട്ട് മാറിയത് എന്ന് ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം എന്നാണ് ആ പെൺകുട്ടി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത്. ഇതാണ് തുടക്കം. ഇനി രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. ഈ വിദ്യാർത്ഥി ബാക്കി പറയാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അവരെന്താണ് വിചാരിക്കുന്നത്? തങ്ങൾക്ക് എല്ലാം അറിയാം, പൂർണ്ണമായിട്ട് ഞങ്ങൾക്കാണ് എല്ലാം അറിയുന്നതെന്ന് സ്വയം വിശ്വസിക്കുന്ന ആളുകൾ. അതായത് വിജ്ഞാനം ഞങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വിജ്ഞാനം പുറത്തോട്ട് വരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മണ്ടന്മാർ, ഇഡിയറ്റ്സും ഉണ്ട് എന്നാണ് ആ കൊച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഇഡിയറ്റ്സിനോട് കേട്ടപ്പം ഞങ്ങളാണ് മണ്ടന്മാർ എന്നുള്ള തോന്നല് പൊതുവെ ഈ ഭരണപക്ഷത്തെ സകല എം പിമാർക്കും കൂടി വന്നു. അവർക്ക് ആകെ ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി. അവർ സത്യത്തിൽ അവരെ അല്ല പറഞ്ഞിരുന്നത്, പക്ഷെ അവർക്ക് സ്വയം തോന്നിയത് എന്താണെന്നുള്ളത് നിങ്ങൾ പറയണമായിട്ടുള്ള മറുപടി. അപ്പോൾ ഇതാണ് രണ്ടാമത് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അങ്ങനെ രണ്ടാമത് ഇങ്ങനെ ഞങ്ങൾക്കാണ് എല്ലാം അറിയാം എന്ന് ചിന്തിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവർ സ്വയം ദൈവമായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കും. ഈ ആളുകളെ ഞങ്ങൾ പൊതുവെ മണ്ടന്മാരി, ഇഡിയറ്റ്സ് എന്നാണ് വിളിക്കാറ് എന്നുള്ളതാണ് ഈ കൊച്ച് മൂന്നാമതായിട്ട് പറയുന്ന സെന്റൻസ്. ഇതിൽ സ്വയം പ്രഖ്യാപിത ദൈവം എന്നൊക്കെ കേട്ടപ്പോഴേ നമുക്കറിയാലോ നമ്മുടെ നാട്ടിലെ സ്വയം പ്രഖ്യാപിത ബയോളജിക്കൽ വിശ്വദൈവം ആരാന്നുള്ളത്. ഇതും കൂടെ കേട്ടപ്പോൾ ഇവരാകെ ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി. അയ്യോ ഞങ്ങളുടെ സ്വയം പ്രഖ്യാപിത നമ്മുടെ വിശ്വ ദൈവത്തിനാണോ നിങ്ങൾ ഈ പറയുന്നത് എന്നുള്ള ചിന്ത വന്ന് ഇവന്മാര് കയറിയിട്ട് ആകെ അലമ്പാക്കി. ഒരു കുട്ടിക്ക് ഒരു കഥ പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയായി. അതായത് അവർക്കറിയാം അവർ മണ്ടന്മാരാണ്, വിഡ്ഢികളാണ്, സ്വയം പ്രഖ്യാപിത ദൈവങ്ങളാണ്. സത്യത്തിൽ അവർക്കറിയാം. ഇത് ഈ കുട്ടി ഇതുപോലെ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധിൻ്റെ മേലോട്ട് കുരച്ച് ചാടാൻ തുടങ്ങി അവിടെയുള്ള സകല ബഹുബഹുബഹുകളും. ഇതാണ് ഇന്ന് ഏറ്റവും കോമഡി ആയിട്ട് ഇന്നത്തെ പാർലമെന്റ് സെഷനിൽ തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ കുറേ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പിന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇനി വേറൊരു പ്രസ്താവനയും കൂടെ രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞിട്ടുണ്ട്. അന്ധഭക്തർ. ഈ അന്ധഭക്തർക്ക് കൊടുത്തിട്ടുള്ള നിർവചനമാണ് വേറെ രസം. അതായത് സഭയിൽ കൂടിയിട്ടുള്ള അംഗങ്ങളുണ്ട്. പുള്ളി ഇങ്ങനെ പറയുന്നു. രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് വെച്ചാൽ താൻ കാര്യങ്ങൾ പൊതുവായി വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ ആരും ഇഡിയറ്റ്സ് അല്ല വിളിച്ചത് എന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് അവർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി മൂന്നാമത്തെ നിർവചനമായിട്ടുള്ള അന്ധഭക്ത നിർവചനം എങ്ങനെ വന്നതെന്നൂടെ നോക്കാം. ഈ വിഭാഗങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ ഇഡിയറ്റ്സും ഈ പൊട്ടന്മാരൊക്കെ നിൽക്കുന്ന ഈ ഒരു വിഭാഗങ്ങളിൽ അന്ധഭക്തർ എവിടെയാണ് വരുന്നത് എന്നുള്ള ചോദ്യം. ആ മണ്ടൻ തന്നെയാണ് ദൈവമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ് അന്ധഭക്തൻ. അതായത് ഈ വിഡ്ഢിത്തം പറഞ്ഞ് സ്വയം പ്രഖ്യാപിത ദൈവങ്ങളെ അയാളാണ് യഥാർത്ഥ ദൈവം എന്ന് വിശ്വസിക്കുന്നവന്മാരാണ് അന്ധഭക്തന്മാർ. അതും കൂടെ പറഞ്ഞതോടുകൂടി കംപ്ലീറ്റ് അവിടെ അങ്ങോട്ട് പോയി. ഇതൊരു പെൺകുട്ടി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇതും കൂടെ പറഞ്ഞതോടുകൂടി നമ്മുടെ അന്ധഭക്ത ദൈവങ്ങളുടെ കൺട്രോൾ പോയി. പിന്നെ അവിടെ കിടന്നിട്ട് ചാടലും പിടിക്കലും ഇടിയും പിടിയുമായിട്ട് ലോക്സഭയിലെ ഇന്നത്തെ ചർച്ചകൾ മൊത്തം അങ്ങോട്ട് ഇല്ലാണ്ടായി. ഇതാണ് അവിടെ നടന്നിട്ടുള്ളത്. രാഹുൽ ഗാന്ധി മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ഇന്നത്തെ ഈ ഒരു ഇതിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് യുവജനങ്ങളുടെ, അതായത് നമ്മുടെ നാട്ടിലെ ജൻസികളുടെ പ്രതിഷേധത്തിനെ കുറിച്ച് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ടുള്ള തെരുവിലിറങ്ങിയ സമരം ചെയ്ത രാജ്യത്തെ തലമുറയോർത്ത് അഭിമാനിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പിന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രകോപനപരമായിട്ടും വിദ്വേഷപരമായിട്ടും ഒക്കെ ഇതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഗവൺമെൻറ് ആളുകളെ അയച്ച് പോലീസിനെ അയച്ച് തല്ലി അവരെ ബുദ്ധിമുട്ടിച്ച് അവരെ രാജ്യദ്രോഹികളാക്കി, അവരെ ചൈനീസ് ഫണ്ട് സ്വീകരിക്കുന്നവരാക്കി, അവരെ പാകിസ്ഥാനികളാക്കി, അങ്ങനെ പല പരിപാടികളും കാണിച്ചു. എന്നിട്ടും അവർ അവരുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. അവരുടെ ആ ഒരു ലക്ഷ്യം, ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ള ലക്ഷ്യം അവർ നേടിയെടുത്തു. അവരെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിൻ്റെ അടുത്ത ഒരു പ്രസ്താവന വന്നത്.
പിന്നെ രാഹുൽ ഗാന്ധി അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ കുട്ടികൾ ഇത്രയും തല്ലിച്ചതച്ചിട്ട് അന്ന് മുങ്ങിയ ആളാണ് അമിത്ഷാ. പിന്നെ അമിത്ഷാ പാർലമെന്റിലോട്ട് വന്നിട്ടില്ല, ഇന്നലെയും വന്നിട്ടില്ല, ഇന്നും വന്നിട്ടില്ല. കുട്ടികളുണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ട് ഞാൻ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് നമ്മുടെ നരേന്ദ്രമോദിയും പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. ഈ ബില്ല് ചർച്ച ചെയ്യാനോ ഓൾറെഡി 2024 കൊണ്ടുവന്ന ബില്ലാണ്. ഇത് അമെൻമെന്റ് ചെയ്തിട്ടാണ് ഇതിൽ ചെറുതായിട്ട് കണ്ണിൽ പൊട്ടിയിടാൻ വേണ്ടിയിട്ട് 5 കൊല്ലമുള്ളത് പിന്നെ 10 കൊല്ലം ശിക്ഷ കൊടുത്തു, 10 ലക്ഷം ഉള്ളത് 50 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വെറുതെ ആളുകളെ ഒരു ഡാമേജ് കൺട്രോളിങ്ങിന് വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടുള്ള ഒരു ബില്ലാണിത്. അതല്ലാണ്ട് ഈ ബില്ലായിട്ട് പുതുതായിട്ട് ഒരു സാധനവുമില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവന്മാരൊക്കെ ഞങ്ങൾ കണ്ണിൽ പൊടിയിട്ടുണ്ട്, അവന്മാരേതായാലും സമരം നിർത്തി പോയിട്ടുണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്, അഹങ്കാരം ഉള്ളത് കൊണ്ട് തന്നെ അമിത്ഷായും മോദിജി ആ വഴിക്ക് നില പോയിട്ടില്ല. നീ വന്നു കഴിഞ്ഞാൽ തന്നെ മോദിയോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മോദിക്ക് ടെലിപ്രോംപ്റ്റർ ഇല്ലാണ്ടെന്നും ബബ്ബ പറയാനല്ലാണ്ട് നെഹ്റുവിനെ പറ്റി 4 കുറ്റം പറയാനല്ലാണ്ട് പറ്റൂല എന്നുള്ളത് കൊണ്ട് മോദി ആ വഴിക്കിട്ട് പോയിട്ടില്ല. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിന്, അവർക്കെതിരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിന്, അവർക്കെതിരെ ലാത്തി ചാർജ് ചെയ്തതിന്, അവർക്കെതിരെ കല്ല് എറിഞ്ഞതിന്, അവർക്കെതിരെ കണ്ണീർ വാതകങ്ങൾ അടിച്ചതിന്, അവർക്കെതിരെ ഇല്ലാത്ത കേസുകളിട്ട് അവരെ ജയിലിലാക്കാൻ നോക്കിയതിന്, ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അമിത്ഷാക്കെതിരെ വലിയ ചോദ്യങ്ങൾ വരും. അതായത് പോലീസിനെ കൺട്രോൾ ചെയ്യുന്ന അമിത്ഷാക്കെതിരെ ചോദ്യങ്ങൾ വരും എന്നുള്ളത് കൊണ്ട് അമിട്ടും ഇന്നലെയും ഇന്നും ആ വഴിയിലോട്ട് പോയിട്ടില്ല. അപ്പം എന്തുകൊണ്ടാണ് ഇത് വരാത്തത്? ഈ ചർച്ച ചെയ്യുമ്പോൾ ഇവരിവിടെ വേണ്ടേ? ഈ ചർച്ച ചെയ്ത് ഈ അമെൻമെന്റ് ചെയ്ത് ബില്ല് പാസ്സാക്കുമ്പോൾ ഇവരിവിടെ വേണ്ടേ എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം രാഹുൽ ഗാന്ധി ഇന്ന് പിന്നെ സഭയിൽ ചോദിച്ചിട്ടുള്ളത്. ഇതിന് മറുപടിയില്ല. അതിന് പകരം ഞങ്ങളെ ഇഡിയറ്റ് എന്ന് വിളിച്ചു, ഞങ്ങളെ സ്വയം പ്രഖ്യാപിത മണ്ടന്മാരായിട്ടുള്ള ദൈവങ്ങളിൽ എന്ന് വിളിച്ചു, ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളായിട്ടുള്ള മണ്ടന്മാരെ വിശ്വസിച്ച് ജീവിക്കുന്ന മറ്റുള്ള ജനങ്ങളെ അന്ധഭക്തരെന്നും വിളിച്ചു എന്നും പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ചാടിക്കളിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? യഥാർത്ഥ ഇഡിയറ്റ്സ്, നിങ്ങൾ ചിന്തിച്ച് നോക്ക്. വല്ല കാര്യമുണ്ടോ? അവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടിയില്ല. നിങ്ങൾക്കൊരു തേങ്ങ ഉണ്ടായിരുന്നില്ല. അതാണ് ഇന്നത്തെ പാർലമെന്റ് സെഷനിൽ നടന്നത്. മൊത്തം കോമഡി ആയിരുന്നു. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവന്മാരാണ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്മാർ പ്രൊപ്പഗണ്ട ന്യൂസുകൾ പരത്തുന്നതിൻ്റെ ഓരോ പ്രൊപ്പഗണ്ടകളും ഓരോ ദിവസത്തിൽ ഓരോ മണിക്കൂറിൽ ഒന്നൊന്നായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൂടെ നടന്നു. ഞാനിപ്പോൾ ഏകദേശം ഒരു 1, 2, 3, 4 റീല് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച്. അതായത് ഇവന്മാർ പറഞ്ഞ് പരത്തിയിട്ടുള്ള കള്ളങ്ങൾ ഓരോന്ന് പൊളിച്ചിട്ടുള്ള റീലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം 23 സ്റ്റാഫിന് ദുബായിൽ നിന്ന് വിത്ത് പാസ്പോർട്ട്, വിസ, ഫുഡ്, റൂം ചെലവ് കൊടുത്തിട്ട് ഒരു മുഹമ്മദ് ഷാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഒരു കമ്പനി, അതായത് അബ്രിക്കോ ഫ്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഇത് അങ്ങോട്ട് ആളുകളെ വിട്ടിട്ടുണ്ട്. ഇതെന്താ ജിഹാദിത്തരമാണോ, രാജ്യദ്രോഹമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ ചാടി കളിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു സംഘവാണങ്ങളെ, നിങ്ങൾ ആദ്യം ഒരു കാര്യം ആലോചിക്കണം. അങ്ങോട്ട് വിത്ത് പ്രൂഫ്, പാസ്പോർട്ട്, വിത്ത് വിസ, എൻട്രി എക്സിറ്റ് അടിച്ചിട്ട് റൂം ബുക്ക് ചെയ്തിട്ട് വിത്ത് ഐഡൻറ്റിറ്റിയിൽ അവിടെ വന്നിട്ട് ഈ സമരത്തിന് ഐക്യദാർഢ്യം കൊടുത്തിട്ടുള്ള ആൾ, അതല്ലെങ്കിൽ ആ കൊടുത്തിട്ടുള്ള 23 പേര്, ഈ പറഞ്ഞ 23 പേരുടെ കുടുംബങ്ങളിലും കാണും നീറ്റ് എഴുതുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് കാണും, കുടുംബക്കാർ കാണും, അല്ലെങ്കിൽ സ്വന്തം മക്കൾ കാണും. ഇത്രയും ആളുകൾ അവിടെ വന്നിട്ട് അതെങ്ങനെ രാജ്യദ്രോഹമാവും? നിങ്ങൾക്ക് അവൻ്റെ ഒക്കെ ഒരു രോമത്ത് തൊടാൻ നിന്നെ കൊണ്ട് പറ്റുമോ? നീയൊക്കെ ഈ കുത്തിരുന്ന് ഈ ഭക്തരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഈ സൈബറോളി വർത്താനം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു നെയിം പ്ലേറ്റ് പോലും ഇല്ലാണ്ട്, പേര് പോലും ഇല്ലാണ്ട്, കണ്ട ഗുണ്ടകളുടെ കയ്യിൽ ലാത്തിയും കൊടുത്തിട്ട് ഒരു യൂണിഫോം ഇട്ട് അവിടെ നടത്തിയിട്ടുള്ള നിങ്ങളുടെ മന്ത്രിയല്ലേ യഥാർത്ഥ ഈ പറഞ്ഞ രാജ്യദ്രോഹി? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങോട്ട് വിട്ടിട്ടുള്ള നിങ്ങളുടെ നേതാക്കളല്ലേ രാജ്യദ്രോഹികൾ? അവരല്ലേ യഥാർത്ഥ തീവ്രവാദികൾ? അതെ, അവിടെ അടിക്കാൻ പോയിട്ടുള്ള പോലീസിന് നെയിം പ്ലേറ്റ് ഇല്ല, അവിടെ അടിക്കാൻ പോയ ആൾക്കാർക്ക് യൂണിഫോം പോലില്ല, വെറുതെ കയ്യിൽ ലാത്തിയും കാർ വരിക. അതാണ് യഥാർത്ഥ രാജ്യദ്രോഹി. അതല്ലാണ്ട് ഈ സമരത്തിന് ഐക്യദാർഢ്യം പറഞ്ഞ് വന്നിട്ടുള്ള ഒരാൾ ഒരു രാജ്യദ്രോഹിയും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിക്കും. അവർ വന്നിട്ടുണ്ട്, അവർക്ക് പാസ്പോർട്ട് ഉണ്ട്, അവർക്ക് വിസ ഉണ്ട്, അവർക്ക് എല്ലാം ഉണ്ട്. നീ അങ്ങ് കണ്ടുപിടിക്കും. നീ എന്ത് ചുക്ക് ചെയ്യാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റും? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഈ പറഞ്ഞ അബ്രിക്കോ ഫ്രീറ്റ് എന്ന് പറഞ്ഞ കമ്പനി എന്ന് പറഞ്ഞാൽ വെറും ദുബായിൽ നിന്ന് അങ്ങോട്ട് ദുബായ് അറബികളെ ഫണ്ട് വെച്ചുണ്ടാക്കുന്ന ഒരു കമ്പനി നീ തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കമ്പനി ഡൽഹിയിലുണ്ട്, പൂനെയിലുണ്ട്, മുംബൈയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, ഡൽഹിയിലുണ്ട്, ചെന്നൈയിലുണ്ട്, കൊൽക്കത്തയിലുണ്ട്, കൊച്ചിയിലുണ്ട്. ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പറയുന്ന കമ്പനിയാണ്. ഇവിടെയൊക്കെ 100 കണക്കിൽ സ്റ്റാഫും ഉണ്ട്. ഈ സ്റ്റാഫ് എല്ലാവരും കൂടെ വിചാരിക്കുക ഞങ്ങൾ ഈ പരിപാടിക്ക് പോകാമെന്ന് പറഞ്ഞ് ലീവ് എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൂടിയിരിക്കുന്നത് 18 വയസ്സുള്ള വിദ്യാർത്ഥികൾ മാത്രമാണോ? അല്ല, ഇത് എഫക്റ്റ് ചെയ്ത നീറ്റ് എഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നീറ്റ് നമ്മുടെ തലമുറനെ ഇല്ലാണ്ടാക്കും. ഇമ്മാതിരി പരിപാടികൾ കാണിച്ച് കള്ളത്തരം കാണിച്ച് നീറ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തലമുറ എല്ലാവരും ചിന്തിച്ച് ആളുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരൊന്നും രാജ്യദ്രോഹികളും അവരാരും മറ്റേ പാകിസ്ഥാൻ ഫണ്ടുമായിട്ട് വന്നല്ല. നിന്റെ നേതാക്കൾ കാണിക്കുന്ന, നിന്റെ ഭരണം കാണിക്കുന്ന, നിന്റെ ഭരണാധികാരികൾ കാണിക്കുന്ന ചെറ്റത്തരം കണ്ടുപിടിച്ചിട്ട് അതിനെതിരെ പൊരുതാൻ, അല്ലെങ്കിൽ അതിനെതിരെ ഒരു പ്രക്ഷോഭത്തിന് വന്നവരാ. നിനക്കൊന്നും ഒരു മണ്ണാൻ കട്ടിയോടെ ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന് സത്യം. അതുകൊണ്ട് നിനക്ക് പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യ്. ഇതുപോലത്തെ പല പ്രൊപ്പഗണ്ടകളുമായിട്ട് ഈ സൈബർ സംഘി ഓളികൾ ഇറങ്ങിയിട്ടുണ്ട്, തീവ്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. അവരെ സൂക്ഷിച്ചോ. വെറുതെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഈ തീവ്രവാദികൾ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നാൽ നിങ്ങൾക്കൊന്നൊന്ന് നോക്കാം. ഇനി ഇവിടെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ പാർലമെൻറ്റ് എന്താവുന്നോ, അതല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചർച്ച നടക്കുമെന്നോ, CJP വീണ്ടും റോട്ടിലിറങ്ങുമോ എന്നൊക്കെ നമ്മൾ കണ്ടു തന്നെ ഇരിക്കേണ്ടി വരും. അടുത്ത വട്ടം CJP റോട്ടിലിറങ്ങിയാലേ ഈ വിദ്യാർത്ഥികളും ഈ പറഞ്ഞ കമ്പനിക്കാരും മാത്രമാവില്ല ഉണ്ടാവുക. ഇഷ്ടം പോലെ ആളുകൾ ഇറങ്ങും. ഇന്ത്യയിലെ സകല ജനങ്ങളും അങ്ങോട്ട് ഇറങ്ങും. ഇനിയൊക്കെ അവിടെ ഉണ്ടല്ലോ ശൗര്യം ചെയ്തിരിക്കേണ്ടി വരും.